ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉം. നിങ്ങൾ ഈ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യ കാണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഹലോ സന്ധ്യ, നീ ഇപ്പൊ എവിടെ? എന്റെ സ്കൂൾമേറ്റ് എന്നെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങള് വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ബൈ. എന്നോട് അവള് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര വലിയ സുന്ദരി വന്നാലും വരുന്നവൾക്ക് ഒരു ദിവസത്തേക്ക് 1,00,000 രൂപ. അത് ഈ മാർക്കറ്റിലിരുന്ന് പൂക്കച്ചവടം നടത്തുന്നവർക്ക് കുറച്ച് കൂടുതലായി തോന്നും അല്ലേ? വില എത്രയായാലും ഇഷ്ടപ്പെട്ട ഒന്നിനെ വിട്ടുകൊടുക്കുന്ന ശീലം ഇന്നുവരെ ഇല്ല എനിക്ക്. സിഗ്നലിൽ നിൽക്കുന്നവരെല്ലാം പിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെന്ന് കരുതരുത് സർ. നിങ്ങൾ വിലയിട്ടത് എന്റെ സൗന്ദര്യത്തിനല്ല, നിങ്ങളുടെ കാമത്തിന്. ഒരു പൂ വിൽക്കുന്ന എന്റെ കൂടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോ ഹേർട്ടായത് കൊണ്ട് മാത്രം, അങ്ങനെ നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം. വാവ്, വലിയ വാചകോടിയാണല്ലോ. നിങ്ങളുടെ അത്ര അറിവൊന്നും എനിക്കില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത്? നിങ്ങൾ ഈ കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഭാര്യ കാണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ തന്നെ കണ്ടു. സാർ, അവള് പുറത്തേക്ക് വരുന്ന സമയത്ത് അവളെ കൊന്നേക്ക്. ആണിന് എന്തു ആവാം, പക്ഷെ പെണ്ണ് ചെയ്ത അത് സഹിക്കില്ല. ഉത്തമ പുരുഷന്റെ ലക്ഷണം ഇതാണല്ലേ? ഞാൻ ജോലിയുള്ള ഒരാണാണ്, സമ്പാദിക്കുന്നുണ്ട്. ഞാൻ സമ്പാദിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ 1 മാസം കൊണ്ടുണ്ടാക്കുന്ന കാശ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടാക്കുന്നത്. ആഫ്റ്റർ ഓൾ പൂവിക്കുന്ന എനിക്ക് ഇത്ര സമ്പാദിക്കാൻ പറ്റുന്നാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ മനസ്സ് വെച്ചാ എത്ര സമ്പാദിക്കാൻ പറ്റും? ഞാൻ നിനക്ക് കാശ് തന്നത് എന്റെ കൂടെ കിടക്കാനായിട്ടാ, അല്ലാതെ എന്നെ ഉപദേശിക്കാനായിട്ടല്ല. എന്താ സർ, കാശ് തന്ന് നിങ്ങളെ സൂക്കേട് തീർക്കുമ്പോ അത് തെറ്റല്ല, കാശ് വാങ്ങി ഞങ്ങൾ അത് ചെയ്യുമ്പോ അത് തെറ്റല്ലേ? എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ചുറ്റി നടക്കുകയാണോന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളപ്പോ ആരുടെ കൂടെ ചുറ്റി നടക്കാറില്ലേ? കൊന്നുകളയും ഞാൻ. എന്നെയാണോ? അല്ല, എന്റെ ഭാര്യയെ. തെളിവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇതുവരെ. മനസാക്ഷിയെ ഇല്ലാത്ത നിങ്ങൾക്കേ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ആയിക്കോട്ടെ, ഇനി അവര് തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താ? വലിയ പുണ്യപ്രവൃത്തിയല്ലേ? നീ കുറച്ച് കാശിന് വേണ്ടി ശരീരം വിൽക്കുന്നവളാ. വലിയ ഉപദേശമൊന്നും നീ പറയണ്ട. കിട്ടാനുള്ളത് എരന്ന് വാങ്ങി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തീർത്തിട്ട് നേരെ പൊക്കോണം. മാഡം, നിങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയെന്നാ തോന്നുന്നത്. എന്തിന്? SI ഇന്ന് തന്നെ നിന്റെ അച്ഛനെ വിളിക്കും. ചാടി പോന്ന കാര്യമൊക്കെ ഇപ്പൊ അറിയിക്കും അയാള്. അദ്ദേഹത്തിന്റെ മകളാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഫോളോ ചെയ്ത് വരുമോ? എന്തായാലും മുന്നിലൂടെ വരത്തില്ല, വെറുതെ ഒന്ന് പിന്നിലേക്ക് നോക്കും. വേഗം വിടറോ.
ഇല്ല, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റായ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇവരെന്റെ ഭാര്യയെ കൊന്നുകളയും. ഇവിടെ മൂർത്തി സാർ വന്ന് ഈ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. വേമാ വേമാ. ഇൻസ്പെക്ടർ, അയ്യോ സാറോ? എടാ വേണ്ട, വണ്ടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. എന്താ സാറേ പറയുന്നേ? ഡിപ്പാർട്ട്മെന്റിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എപ്പോഴും ഞങ്ങൾ സാറിന്റെ പേരാ സജസ്റ്റ് ചെയ്യാറ്. നിങ്ങൾ പോക്കോ, കുഴപ്പമൊന്നുമില്ല, സാറിന് ഞങ്ങൾ ഉണ്ടായിക്കോളാം. ആ സാറേ, നിങ്ങൾ പോയിക്കോളൂ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. താങ്ക് യു സാർ. ഇവനറിയോ? ഇവനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇവൻ എവിടെയെങ്കിലും വെച്ച് കണ്ട ഉടനെ ഇൻഫോം ചെയ്യണം. ഈസ് വെരി ഡേഞ്ചറസ്. മനസ്സിലായോ? ആക്ച്വലി ഞാൻ തൊപ്പി മറന്നു വെച്ചു, അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാ. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ. താനവിടെ എന്ത് നോക്കിക്കാടോ? വണ്ടി എടുക്ക് വേഗം. ഓരോരുത്തന്മാരുടെ ഫോട്ടോ വെച്ചോളും മനുഷ്യന്റെ ഉറക്കം. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. വീണ്ടും ഇങ്ങോട്ട് എങ്ങനെ വന്ന ഗോവിന്ദ. അതിനൊരു ചാൻസും ഇല്ല. അയാൾ നിന്റെ അച്ഛൻ ഉറപ്പായിട്ടും വിളിക്കും, വീണ്ടും നിന്റെ പുറകെ വരികയും ചെയ്യും. അതിന് ചാൻസേ ഇല്ല. എന്താ കൊടുത്തതേ എന്റെ നമ്പർ. ബോൾഡ് അച്ഛനെ ഞാൻ കുറെ തവണ വിളിച്ചു നോക്കി, അങ്ങേര് ഫോൺ എടുക്കുന്നില്ലല്ലോ. അത് പിന്നെ സർ രാത്രി സമയല്ലേ, അതുകൊണ്ടായിരിക്കും എടുക്കാത്ത. രാവിലെ എന്നെ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞേക്കാം സർ. ഓക്കേ, ബൈ ബൈ. മാഡം, രക്ഷപ്പെട്ട് ഓടാതൊന്നും വിചാരിക്കണ്ട. ഈ തോക്കിലാകെയുള്ളതേ 2 ബുള്ളറ്റാ. ഇതെന്താ ഇത്? ചോദിക്കാൻ നീ ആരാ? ചെക്കന്റെ വീട്ടുകാരനാ. എന്റെ പേര് പിണ്ടുന്നാ. എല്ലാവരും സ്നേഹത്തോടെ പിണ്ടുമോനേന്ന് വിളിക്കും. നീ ആരായാലും എനിക്കെന്താ? എന്റെ കാറിൽ നിന്ന് ഇറങ്ങും. ഓ, വിഷമായിരുന്നല്ലേ? അല്ല, നിങ്ങളെന്തിനിപ്പോ വിഷം കുടിക്കുന്നത്? വിട്ടേക്ക്, എനിക്ക് ചാവണം. ഓ, ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല. നൈസ് കോമഡി. ആ, അത് നിറവേറ്റാൻ വേണ്ടിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നേ. ഈ തോക്കതിന് വേണ്ടിയല്ലേ? ഡാ, നിനക്ക് കാശല്ലേ വേണ്ടേ? എടുത്തോ. എവിടെ കൊണ്ട് കൊടുത്താലും 1 ലക്ഷമെങ്കിലും കിട്ടും. മാഡം, ഞാൻ വളർന്നു വരുന്നൊരു റൗഡിയാ. ഈ പ്രൊഫഷൻ ആകുമ്പോൾ നമ്മൾ കുറച്ച് മര്യാദ ആത്മാർത്ഥതയൊക്കെ കാണിക്കേണ്ടി വരും. അതായത് കൊല്ലേണ്ടി വരുമെന്ന്. നീ എന്നെ കൊന്ന് ജയിലിലേക്ക് പോയാ പാവം ആ ഭാവനയുടെ ഗതി എന്താവും? ഏത് ഭാവന? എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള പെൺകുട്ടി. അവൾ എന്റെ നല്ലൊരു സുഹൃത്താ. നീ ദിവസം അവിടെ വന്ന് നിൽക്കുന്നതും അവളെ കാണുമ്പോഴൊക്കെ ചിരിക്കുന്നതും എല്ലാം എനിക്കറിയാം. അവളെ എല്ലാ കാര്യവും എന്നെ ഫോണിൽ വിളിച്ച് പറയാറുണ്ട്. എന്താണെന്നറിയോ? അവൾ
അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? ഉള്ളതാണെങ്കിലും എന്താ, അവളെ നിനക്ക് ജന്മത്ത് കിട്ടാൻ പോകുന്നില്ല. അവളുടെ അച്ഛൻ ഒരു മിലിറ്ററി ഓഫീസറാണ്. നിന്നെ പോലെയുള്ള റൗഡികൾക്കൊന്നും എന്തായാലും കെട്ടിച്ചേരില്ല. ഏതാ ഇവള്? നിനക്കറിയാവളെ? ഇവള് ഇത് എന്റെ ഏട്ടനാ. നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത്? ദാ. ദൈവത്തെ ഓർത്ത് എന്റെ ഏട്ടനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഈ പിച്ചക്കാശൊന്നും പോരാ. എന്നടാ നിന്റെ ഭാര്യ ഫാമിലിക്ക്? ശരിയാ, എനിക്ക് അവളോട് ആത്മാർത്ഥ പ്രേമ. പക്ഷേ ഞാൻ അവിടെ വന്നു നിന്നത് അവൾക്ക് വേണ്ടി ആയിരുന്നില്ല, നിങ്ങളെ വാച്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു. വാട്ട്? എന്നെയോ? നിങ്ങളെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ കിട്ടി എനിക്ക്. ആരാ നിന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞേ?